ആദ്യം തന്നെ സ്റ്റാർട്ടറായിട്ട് വന്നത് കൽമാരി ഫ്രൈ ആണ്. ഇത് സ്ക്വിഡ്, നമ്മളെ കൂന്തൽ, കണവ എന്നൊക്കെ പറയില്ലേ, അത് റിങ് പോലെ കട്ടാക്കിയിട്ട് കോൺഫ്ലവർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഉപ്പും മുളകും ഒക്കെ വിതറിയിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല അടിപൊളി ഐറ്റമായിരുന്നു. 220 രൂപയാണ് ഇതിന് ഈടാക്കുന്നത്. കലമാരി ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മളെ അടുത്ത 2 ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫിഷ് ബിരിയാണിയും ഒന്ന് ചിക്കൻ ബിരിയാണിയും. അപ്പോൾ ബിരിയാണീൻ്റെ മുകളിൽ ക്യാരറ്റൊക്കെ ചെറുങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ സൈഡായിട്ട് നാരങ്ങ അച്ചാറും സലാഡുമാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ബിരിയാണിയിലോട്ട് തുടങ്ങാം. അതല്ലേ അതിൻ്റെ ഒരു ശരി. ചിക്കൻ അങ്ങനെ ഓവറായിട്ട് വലിയ പീസൊന്നല്ല, 3 ചെറിയ പീസാണ് ഉണ്ടായത് ഈ ചിക്കൻ ബിരിയാണിയിൽ. ചിക്കൻ ബിരിയാണിക്ക് ചാർജ് ഈടാക്കുന്നത് 160 രൂപയാണ്. നല്ല ഫ്രഷ് ചിക്കൻ പീസായിരുന്നു. അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ചിക്കൻ്റെ ഒരു പീസ് പൊട്ടിച്ചിട്ട് റൈസിലോട്ട് വെക്കുക. എന്നിട്ട് അതൊന്നിങ്ങനെ പെരക്കി അതിൻ്റെ കൂടെ അച്ചാറും പിന്നെ സലാഡും, അത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് റൈസും മസാലയും ചിക്കനും ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടി. ബിരിയാണി കഴിക്കുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടി കുറേശ്ശായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീല് വേറെ തന്നെയാണ്. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ ഒരു ചെറിയ പീസും അതുപോലെ തന്നെ നമ്മുടെ ആ കൽമാരീൻ്റെ ഒരു പീസും കൂടി വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഭയങ്കര ഹൈപ്പായിട്ടുള്ള ബിരിയാണി ഒന്നും ആയിരുന്നില്ല, ഒരു ആവറേജ് ബിരിയാണി. അതിനുശേഷം നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇവരുടെ ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണീൻ്റെ മുകളിൽ ക്യാരറ്റൊക്കെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല വലിയ ഫിഷാണ് അതിൻ്റെ അകത്തുള്ളത്. ആവോലിയാണ് ഇവർ യൂസ് ചെയ്തത്. 260 രൂപയാണ് ഈ ഒരു ഫിഷ് ബിരിയാണിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത്. നല്ലൊരു വലിയ സൈസ് ആവോലിയാണ് ഈ ഒരു ഫിഷ് ബിരിയാണിയിൽ അവർ സെർവ് ചെയ്യുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം ചെറിയൊരു പീസ് ആവോലി ആദ്യം നമുക്ക് അതിൽ നിന്ന് പൊട്ടിക്കാം. അപ്പം നിങ്ങൾക്ക് ഫിഷ് കാണുമ്പം തന്നെ മനസ്സിലാവുണ്ടാവും, നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ അത് നമുക്ക് റൈസിലോട്ട് വെച്ച് അതിൻ്റെ കൂടെ സലാഡും അച്ചാറും ഒക്കെ വെച്ചിട്ട് ആ റൈസിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടി. നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ. അപ്പം നമ്മുടെ ബിരിയാണിയിലെ മീനും ചിക്കനും ഒക്കെ നല്ല ഫ്രഷ് പീസായിരുന്നേ കിട്ടിയത്. അപ്പോൾ ഇതെവിടെ സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ വാരം കടവ്, കണ്ണൂർ മട്ടന്നൂർ എയർപോർട്ട് റോഡിൽ വാരത്തുനിന്ന് ലെഫ്റ്റിലോട്ട് വാരം കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് Q2 റെസ്റ്റോറൻറ്റ് പുതുതായിട്ട് ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേസിലൊക്കെ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കായിരിക്കും. നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമ്മൾ 2 തവണ വൈകുന്നേരം വന്നിട്ട് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്, നല്ല തിരക്കായതുകൊണ്ട്. പിന്നെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെയുള്ള നല്ലൊരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.